ലെൻസിലേക്ക്. നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് 3 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം 20ആയി. അതിരാവിലെ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ സുരക്ഷ ശക്തം. നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി LDF UDF സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷം നേടുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല, പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. കണ്ണൂർ കായലോട് യുവതി ജീവനൊടുക്കിയതിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. പറമ്പായി സ്വദേശികൾ അറസ്റ്റ് ചെയ്തത് മരണക്കുറിപ്പിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ. യുവതി ജീവനൊടുക്കിയതിന് പിന്നിൽ സദാചാര പോലീസ് വിചാരണ. പാലക്കാട് വീണ്ടും കാട്ടാനയുടെ ആക്രമണം. മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത് ഞാറക്കോട് സ്വദേശി കുമാരൻ. കാട്ടാന ചവിട്ടിക്കൊന്നത് പുലർച്ചെ 3 മണിയോടെ. ആക്രമണം വീടിന് സമീപത്ത് വെച്ച്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ 7ാം ദിനവുമായവില്ല. ഇസ്രയേൽ നഗരങ്ങളെ ഉന്നമിട്ട് വീണ്ടും ഇറാന്റെ ഡ്രോണുകൾ. ഇറാനിൽ 2 ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് ഇസ്രയേൽ. കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആഹ്വാനം തള്ളി ആയത്തുള്ള ഖമനേയി. സംഘർഷത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് റഷ്യ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ട ദൗത്യത്തിന്റെ ഭാഗമായി എത്തിച്ചത് 110 പേരെ. ആദ്യ ബാച്ച് എത്തിയത് ഇൻഡിഗോയുടെ പ്രത്യേക വിമാനത്തിൽ. ആദ്യ സംഘത്തിൽ മലയാളികളില്ല. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. മത്സരം ലീഡ്സിൽ വൈകിട്ട് 3:30 മുതൽ. ഇന്ത്യ ഇറങ്ങുന്നത് രോഹിതും കോഹ്ലിയും വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പരയ്ക്ക്. എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിക്കും. നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം